ഒരു സിനിമയ്ക്ക് ഇന്ത്യയിൽ 8500 സ്ക്രീനുകൾ. ആദ്യ ദിവസം തന്നെ ആ ചിത്രം കാണുന്നത് 1 കോടി പേർ. എക്കാലത്തെയും ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് തീർക്കാൻ തന്നെയാണ് പുഷ്പ 2 വരുന്നത്. വൻ വിജയ ചിത്രങ്ങളുടെ സീക്വൻസുകൾക്കായി പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കാറുണ്ട്. നേരത്തെ ബാഹുബലിയുടെയും KGFന്റെയും ഒക്കെ രണ്ടാം ഭാഗങ്ങൾക്കായി അത്തരമൊരു കാത്തിരിപ്പ് നമ്മൾ കണ്ടതാണ്. അതുപോലെയോ എന്നാൽ അതിനു മുകളിലോ ഉള്ള ഒരു കാത്തിരിപ്പ് സൃഷ്ടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ 2. നോർത്ത് സൗത്ത് വ്യത്യാസങ്ങളില്ലാതെ രാജ്യത്ത് ഒട്ടാകെ വമ്പൻ സ്വീകാര്യത നേടിയ 2021 പുറത്തിറങ്ങിയ ആദ്യ ഭാഗമായ പുഷ്പ ദി റൈസ് തന്നെയാണ് ഇതിനു കാരണം. ആഗോളതലത്തിൽ പുഷ്പ 2 12,000-ലധികം സ്ക്രീനുകളിലാവും റിലീസ് ചെയ്യപ്പെടുകയെന്ന് നിർമ്മാതാവ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ചിത്രം നേടാനിടയുള്ള ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച പ്രവചനങ്ങളും എത്തി തുടങ്ങിയിരിക്കുകയാണ്. പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആകെയുള്ള 9,200 സ്ക്രീനുകളിൽ നിന്നായി ആകെയുള്ളത് 30 ലക്ഷം സീറ്റുകളാണ്. ഇന്ത്യയിൽ പുഷ്പ 2 എത്തുന്നത് 8,500 സ്ക്രീനുകളിലായാണ്. ആദ്യ ദിനം വലിയൊരു ശതമാനം ഹൗസ്ഫുൾ ഷോകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചിത്രം 1 കോടി ആളുകൾ കാണാനുള്ള സാധ്യതയാണ് സാക്നിൽക്ക് പ്രവചിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടുന്ന കളക്ഷൻ 250 കോടിയായിരിക്കും. അപ്പോൾ ആഗോള ഓപ്പണിംഗിൽ ഇന്ത്യൻ സിനിമകളുടെ എക്കാലത്തെയും വലിയ റെക്കോർഡ് പുഷ്പ 2 സ്വന്തമാക്കും. ബാഹുബലിക്ക് ശേഷം എത്തിയ SS രാജമൗലിയുടെ ചിത്രമായ RRRന്റെ പേരിലാണ് നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഓപ്പണിംഗ് റെക്കോർഡ് ഉള്ളത്. 223.5 കോടിയാണ് ആഗോളതലത്തിൽ RRR ആദ്യ ദിനം നേടിയത്. അതിന്റെ പിന്നിലായി ഉള്ളത് ബാഹുബലി 2 ആണ്. 214.5 കോടി നേടിയാണ് ബാഹുബലി രണ്ടാമത് നിൽക്കുന്നത്. പിന്നീട് ഈ വർഷം ഇറങ്ങിയ കൽക്കി 2898 AD എന്ന ചിത്രമാണുള്ളത്. 182.6 കോടിയാണ് കൽക്കി ആദ്യ ദിനം നേടിയത്. ഇതിനെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഹൈപ്പാണ് പുഷ്പയ്ക്കും അല്ലു അർജുനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 2വിന്റെ ഡിജിറ്റൽ അവകാശം റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. 275 കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് OTT അവകാശം നേടിയത്. നേരത്തെ പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമിനായിരുന്നു. RRR എന്ന രാജമൗലി ചിത്രത്തിന്റെ റെക്കോർഡാണ് പുഷ്പ 2 തകർത്തത്. 175 കോടിക്കായിരുന്നു RRRന്റെ ഡിജിറ്റൽ അവകാശം വിറ്റുപോയത്.